എൻ്റെ പേര് PM മുഹമ്മദ് ഷെരീഫ്. വീട് കൊച്ചി മട്ടാഞ്ചേരി. ഞാൻ ജനിച്ച സ്വദേശം പറവൂർ മാഞ്ഞാലിയാണ്. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വീടും കുടുംബമൊന്നുമില്ല. വീട്ടില് 12 മക്കളിൽ ഞാൻ 11ാമതാണ്. 6 സഹോദരന്മാരുണ്ടായിരുന്നു. 4 സഹോദരി മരണപ്പെട്ടു പോയി, 4 സഹോദരൻ മരണപ്പെട്ടു പോയി. 30 കൊല്ലം ഗുജറാത്തിൽ ജീവിച്ചു. ഗുജറാത്തിലേക്ക് പോകാൻ കാരണം ഞാൻ 5ാം ക്ലാസ് വരെ ആജിസ പഠിച്ചത് മട്ടാഞ്ചേരി ആജിസ സ്കൂളിൽ. ആ സമയത്താണ് എൻ്റെ ചേട്ടന്മാർക്ക് 3-4 കടയുണ്ടായിരുന്നു അഹമ്മദാബാദ്, ഗുജറാത്തിൽ. ആരോഗ്യം എന്നൊരു സംഗതി ഉണ്ടല്ലോ. ആരോഗ്യമാണ് ജീവിതത്തിൽ മനുഷ്യൻ്റെ സമ്പത്ത് ഏറ്റവും വലുത്. അത് ഇന്നിപ്പോൾ എനിക്ക് ആ ആരോഗ്യമൊന്നും എനിക്കില്ല. എനിക്ക് ഏറ്റവും വലിയ ടെൻഷനുള്ളത് ഒന്ന് ബാത്റൂമിൽ പോണതാണ്. അത് സ്വന്തമായിട്ട് എനിക്ക് ബാക്കർ പിടിച്ചിട്ട് പോകാനാണ് ആഗ്രഹം. ഒരാൾ കൂടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്വന്തമായിട്ട് ഒരു സ്റ്റൂളിട്ട് അതും ഇരുന്നത് കുളിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വാടക താമസിച്ചു മട്ടാഞ്ചേരി പുതിയ പള്ളി എന്ന് പറയും. ഒറ്റയ്ക്ക് ബന്ധുക്കൾ അവിടെ ഇവിടെ താമസിക്കുന്നില്ലേ. പിന്നെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി കുറച്ച് ഭക്ഷണം കഴിക്കാത്ര മാത്രമേ ഉള്ളൂ. മാസം 4000 റുപ്യ ഒരു മാസം വാടക കൊടുക്കണം മട്ടാഞ്ചേരിയിൽ. ആ വാടക കൊടുക്കുന്ന സമയത്തുണ്ടല്ല, എനിക്ക് നെഞ്ചുവേദന കൂടി, പാൽച്ചായ അധികം കുടിക്കുന്നതുകൊണ്ട് നെഞ്ചുവേദന കഫക്കെട്ട് വന്നപ്പോൾ സമയത്താണ് അവർ കിടത്തൂല, ബന്ധുക്കളില്ലാണ്ട് അതിന് കിടത്തൂല, നമ്മൾ കിടക്കണ്ട. അങ്ങനെ ഞാൻ പുറത്ത് തിന്നെ പോരെ നേരം വെളുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഞാനുണ്ടല്ല ഒരു പ്രാവശ്യം സഹോദരിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വൈകുന്നേരം 6:30 മണിക്ക് പശിത്തോട് പാലത്തിൻ്റെ അവിടെ ബോധാവസ്ഥ റോട്ടിൽ വീണു. തല അടിച്ച് വീണ്, തല പൊട്ടിയില്ല. ഇന്നും എനിക്ക് ബ്ലഡ് കോട്ടുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മറന്നു പോകും. 5 വർഷമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. അതൊരു ശോധന ഉണ്ടാവും, വിശപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറുകാരൻ എറണാകുളത്ത് എൻ്റെ ഹസ്ബൻഡ് തൊട്ട് ഈ ഗുളിക ദിവസേന മേടിച്ച് കഴിക്കാൻ തുടങ്ങി. ലാസ്റ്റ് കഴിച്ച് ഒരു ദിവസം ഉണ്ടല്ല, ചിലപ്പോൾ 4-6 കഴിക്കും. മെഡിക്കൽ ബ്ലഡ് ബാങ്കിന്റെ തിണ്ണയില ഞാൻ ഇരിക്കുന്നത് ദന്താശുപത്രിയിൽ. ആ തിണ്ണയിൽ തന്നെ കൊഴിഞ്ഞ് വീണ്. ആ ഓഫീസിൽ ഇരിക്കുന്ന സ്ത്രീകളും സ്റ്റാഫുകളും എന്നെ പരിചയമുള്ളതുകൊണ്ട് അവരെന്നെ പൊക്കിക്കെടുത്തി എല്ലാവരും അന്വേഷിച്ച് ഇയാൾക്ക് ബന്ധുക്കളുണ്ട്. ബന്ധുക്കൾ ആരുമില്ല. ഈ സ്നേഹതീരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്നേഹതീരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹതീരം തന്നെയാണ്. ദൈവം പഠിച്ചവനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുമാതിരി സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കണം. ഭക്ഷണം കാര്യം കൊണ്ടല്ല, അവരുടെ സേവനം. സ്വന്തം പ്രസവിച്ച അമ്മ, രക്തത്തിൽ പെടുന്ന സഹോദരൻ ചെയ്യാത്ത പ്രവൃത്തി അവർക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്ന ജാതി മതം നോക്കിയിട്ടല്ല. ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞ് ജാതി മതമല്ല, മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലുത്. മതം ഏതായാലും മനുഷ്യൻ നന്നായിരിക്കണം. ഇവിടെ എല്ലാ ജാതി മതവും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സ്നേഹാലയമാണ് ഇത്. ഏറ്റവും ഉയർന്ന പദവിയിൽ ദൈവം എത്തിച്ചു തട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത്.